അവർ ചാനൽ. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മനിയുടെ കല്യാണമാണ് കേട്ടോ. ഓൾറെഡി കഴിഞ്ഞ ഞായറാഴ്ച എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോ ആളുടെ കല്യാണമാണ്. അത് ഗ്ലാഡുവിന്റെ ആളുടെ ഗ്രൂമിന്റെ സൈഡിൽ നിന്നുള്ള പരിപാടികളാട്ടോ. അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ മാരേജിന്. എൻഗേജ്മെന്റ് പെണ്ണിന്റെ സൈഡിൽ നിന്നും കല്യാണം ആണിന്റെ സൈഡിൽ നിന്നും ആട്ടോ. വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു പല പല കേസിലും. പക്ഷെ ഇന്ന് ഗ്ലാഡുവിന്റെ സൈഡിൽ നിന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇന്ന് കണ്ണമാലിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വേഗം ചെല്ലട്ടെ. കണ്ണമാലിയിലെ കുറെ ഞങ്ങൾക്ക് ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാട്ടോ. അത് ഞാൻ എന്താന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇന്ന് ഞാൻ ഈ ടിഷ്യൂ സിൽക്ക് സാരി ആട്ടോ ഉടുക്കണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി കാണാനായിട്ട്. ഇതെനിക്ക് അമിത ലാസ്റ്റ് മിനിറ്റ് തയ്ച്ച് തന്നാട്ടോ ഈ ബ്ലൗസ്. പക്ഷെ കിഡിലൻ ഫിറ്റിംഗ് ആണ് ബ്ലൗസിന്, ഞാൻ പറയണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ അണ്ടർ സ്കേർട്ട് മറന്നു പോയിട്ട് ഇന്നലെ നൈറ്റ് എനിക്കിരുന്ന് അണ്ടർ സ്കേർട്ടും അമിത ചെയ്ത് തന്നു കേട്ടോ. ഒരു മണിക്കൂറും കൊണ്ടൊന്നും പറയണ്ട. അപ്പൊ ദേ ഇതാണ് എന്റെ സാരി, ഇതാണ് ബ്ലൗസ്. ഇതെനിക്ക് അനന്തൂടെ അമ്മയുടെ ചേട്ടനുണ്ട്, മാമൻ എനിക്ക് ഓണക്കോടി എടുത്തു തന്നതാട്ടോ. ഭയങ്കര രസമുള്ള സാരിയാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് കല്യാണത്തിന് ഉടുക്കണം. എനിക്ക് തോന്നണില്ലേ സാരി തന്നെ ആട്ടോ സ്റ്റേറ്റ്മെന്റ് പീസ്. എക്സ്ട്രാ ഭയങ്കര അക്സറീസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര ബോറാക്കേണ്ട ആവശ്യമൊന്നുമില്ല ലുക്ക്. അപ്പൊ നമുക്ക് വേഗം റെഡി ആവാം. കഴിഞ്ഞ ദിവസം മേടിച്ച മാലയാട്ടോ. എനിക്കിപ്പോ ഇങ്ങനത്തെ സ്റ്റോൺ വരണ മാല ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഈ ഒരു റെഡും ഈ ഗോൾഡും കൂടിയൊക്കെയുള്ള കോമ്പിനേഷൻ നന്നായിട്ട് പോകും. എനിക്ക് എന്റെ ഓവറോൾ ലുക്ക് ഒന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ സാരി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആട്ടോ. അവിടെ ഭയങ്കര മിനിമൽ ആയിട്ടാണ് ഡ്രസ്സപ്പ് ചെയ്തേക്കണേ. ഇനി ഞാൻ പരിപാടികൾക്ക് പോട്ടെ. ഓൾറെഡി ഇപ്പോൾ ഇവിടെ കുർബാന നടക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ വേഗം ചെന്ന് എല്ലാരെയും ഞാൻ കാണിച്ചു തരാം. ഓൾസോ ഭയങ്കര സന്തോഷം തോന്നണട്ടോ. വേഗം ചെല്ലട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ അനന്തു എവിടെയെന്നുള്ളത്. അനന്തു ഇന്ന് വെളുപ്പിനാണ് വീട്ടിലെത്തിയത് കേട്ടോ. ട്രിവാൻഡ്രത്തുനിന്ന് ഷൂട്ടും കഴിഞ്ഞിട്ട്. അപ്പൊ അനന്തു ഡയറക്റ്റ് ഹോളിലേക്ക് വരാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു 2-3 ദിവസമായിട്ട്. ചെല്ലണമെന്ന് പറയുമ്പോ തന്നെ എനിക്ക് നൊക്ലാജിയ, പ്രത്യേകിച്ച് മനി എന്ന് പറയുമ്പോഴത്തേക്കും പറയണ്ട. കാരണം വരുന്നും കൊണ്ടിട്ടല്ല കേട്ടോ. ഞാൻ എന്റെ സെക്കൻഡോ തേർഡോ വീഡിയോ, ഐ തിങ്ക് തേർഡ് വീഡിയോ ചെല്ലാനം വ്ളോഗായിരുന്നു കേട്ടോ. ചെല്ലാനം കണ്ണമാലി വ്ളോഗായിരുന്നു. ഞാനും മനിയും കൂടി അവളുടെ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാനിത് ഇവിടെ കൊടുക്കാമേ. ഭയങ്കര അടിപൊളി വീഡിയോ ആയിരുന്നു. അന്നത്തെ സ്റ്റാർട്ടിങ് ടൈമൊക്കെ മനി സപ്പോർട്ട് ചെയ്തേക്കണത്, അതുപോലെ ഓരോ ഫ്രണ്ട്സ് സ്റ്റെഫി, അങ്ങനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തേക്കണത്. അവരുടെ സപ്പോർട്ടൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും എന്നെ അവര് എൻകറേജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ നമ്മളെ കണ്ണമാലിക്ക് നമ്മൾ പോണ ചെല്ലാനം കണ്ണമാലി ഇതൊക്കെ ഞാൻ ആലോചിക്കുമ്പോ തന്നെ മനീനായിട്ട് എനിക്ക് ഫസ്റ്റ് ഓർമ്മ തന്നെ. പിന്നെ കണ്ണമാലി പള്ളി വെച്ചിട്ടാണ് കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ അതിന്റെ അടുത്തുള്ള ഹോളിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ. അപ്പൊ നമുക്കിപ്പോ അങ്ങോട്ട് പോവാം. ഞാൻ നിക്കണേന്ന് നോക്കിക്കേ. ചിന്ന ചേച്ചി റോക്സ്. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം, മാനേജർ അല്ലേ. ജെനി പൊളിക്കൂലോ നമ്മളത്, ഡാൻസ് പൊളിക്കൂലോ നമ്മളത്. ദൈവമേ എന്താവുണ്ടോ. ആ കൂടി 6 പ്രാവശ്യമാണ് ഞാൻ കളിച്ചു നോക്കിയേക്കണം. പിന്നെ കളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ജസ്റ്റ് ഇവർ അയച്ചെന്ന വീഡിയോ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. എന്താവുമെന്തോ പോയി പൊളിക്കാൻ. എന്തായാലും ഡാൻസിനെക്കാളും എന്റെ പാട്ടാണ് കേട്ടോ ഹൈലൈറ്റ്. ജെനിയുടെ പാട് ജെനി പോരട്ടെ. ഇവിടെ ഒരാൾ ഇരിക്കാൻ വന്നിട്ട് മുങ്ങിക്കളയാണ്. ചിന്ന ചേച്ചി MC ചെയ്ത് പൊളിച്ചല്ലോ. താങ്ക് യു. എന്താണോ ഡാൻസേഴ്സ് ആണ് ഞങ്ങളുടെ. ഡാൻസ് സ്റ്റാർട്ട് ചെയ്യണ ഇവരാണ് അല്ലേ. നിങ്ങളല്ലേ പൊളിക്കൂലേ നമ്മള്. ചിന്ന ചേച്ചിയുടെ വകയായിരുന്നു കേക്കൊക്കെ അല്ലേ. കേക്ക് ഷോപ്പിന്റെ പേരെന്താ? സിയാസ്റ്റോ. അതെ, സിയാസ്റ്റോ പ്രൊമോഷൻ. അപ്പോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഡാൻസ് ആവുമ്പത്തേക്കും അവിടെ പോയി തകർക്കാന്ന് ഓർത്തിട്ട്.
തെറി വിളിക്കാനുണ്ട് എന്നെ, ചീത്ത പറയാനുണ്ടോ നിനക്ക്? എന്റെ കല്യാണത്തിന് വന്നില്ല, താലികെട്ടിനെത്താൻ പറ്റിയില്ലട്ടാ. പക്ഷെ കൊള്ളാം, സ്വന്തോക്കിയല്ലേടാ ദുഷ്ടാക്കന, എന്റെ പെണ്ണിനെ സ്വന്തോക്കിയല്ലേ. വേണം തരി ചോദിക്കട്ടെ ഞാൻ. നെക്ലേസ് ഒക്കെ ഇട്ട് ഡയമണ്ട് ആണോ മമ്മി? ഞാൻ ഇട്ടേക്കണ പോലത്തെ അല്ലേ? സുന്ദരി ആയിട്ടോ വെള്ള സാരിന്റെ ശേഷം എത്ര എത്ര കട നടന്നറിയോ അല്ലേ? ലാസ്റ്റ് നമുക്ക് പോത്തീസിന്ന് കിട്ടിയല്ലേ? മമ്മിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. സുന്ദരി കുട്ടിയായിരുന്നു. എനിക്ക് ഇടിയപ്പോട്ടാ കൂടുതൽ ഇഷ്ടം. ബീഫ് ഇഷ്ടമാ? മനുഷ്യ ഇത്ര നേരം എവിടെയായിരുന്നു? ഇത്ര നേരം ഞാനിവിടെ എത്തി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അനന്ത് എത്തിയത്. എന്റെ പൊന്നെ, ഇത് ഈ ഷട്ടിട്ടൊന്ന് വിചാരിച്ചത് ഇടാണ്ടെന്ന് വരൂല. തയ്യക്കടയിൽ പോയി മേടിച്ചിട്ട് വന്ന അല്ലട്ടോ. എനിക്കിത് ഭയങ്കര ബെനിഫിറ്റ് ആട്ടോ. കാരണം സാധാരണ ഭാര്യമാര് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭർത്താക്കന്മാരെ ഒരുക്കി കൊണ്ടുവരണം. എനിക്ക് ആ ഒരു എഫേർട്ടേ ഇല്ല. ഇത് കേട്ടോ നല്ല സുന്ദരനായിട്ട് ഒരുങ്ങി വന്നോളൂ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, നമ്മളൊന്ന് സഹായിക്കണം ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും. എനിക്ക് ആ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല കേട്ടോ. കാരണം അനന്തുവിന്റെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തോളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രഷ് അടിച്ചോണ്ടിരിക്കണ എന്റെ ഭർത്താവ്. ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചെന്നറിയോ, നീ മുടി എക്സ്റ്റൻഷൻ വെച്ചാന്ന്. പക്ഷെ ഇത് വെപ്പാണാ? ആ ഒറിജിനല്. പിന്നെ പണ്ടത്തെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഇവരെ ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. എടാ ചുക്കിന് കൊള്ളാടാ. നിന്റെ ഒരു അതെ ഒരു പെണ്ണായിട്ട് ആ കണ്ടതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഫുഡടിയും അതുപോലെ തന്നെ 2 ഡാൻസ് കഴിഞ്ഞ് ഇവിടെ പദം വന്നിരിക്കണ കേട്ടാ. സാരി ആയിട്ടില്ല, അങ്ങോട്ട് നീങ്ങാൻ പറ്റുള്ള ഇങ്ങോട്ട് നീങ്ങാൻ പറ്റുള്ള. സത്യം പറഞ്ഞ സാരി ഉടുക്കാൻ അറിയില്ലാത്തതിന്റെ അവസ്ഥ കേട്ടോ. കുഴപ്പമില്ലാണ്ട് കൊടുത്തോണ്ട് വന്നു. ഇവിടെ വന്ന് 2 തുള്ളിയപ്പോഴത്തേക്കും സാരിയുടെ വഴിക്ക് പോയി എന്നുള്ള. ഞാൻ പിന്നെ പ്ലേറ്റ്സും പിടിച്ചോണ്ട് ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇനിയിപ്പോ വീട്ടിൽ പോകും, അത് മാത്രമുള്ളൂ. അതിന് മാത്രം ഞാൻ ഇവിടെ എടുത്ത് എണീക്കുള്ളൂ. മനയും ക്ലാഡും ഒക്കെ അവിടെ തകർത്ത് നിന്ന് ഫോട്ടോ എടുത്തോണ്ട് നിൽക്കണേ കേട്ടോ. സാരി മാറിയിട്ടില്ല. ഞാൻ എന്റെ കല്യാണത്തിന് 3 സാരിയാ മാറിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് അടിപൊളി പരിപാടി. മന്ത്രകൂടിയാണെങ്കിൽ കയ്യിൽ വെച്ചിട്ടാണ് അവള് വീട്ടിൽ കയറണേ നാട്ടാ പറഞ്ഞത്. നോക്കി ബാക്കി എല്ലാം കുത്തിയിരിക്കണ ഇവിടെ. ഇവര് പക്ക നിങ്ങൾ പറ കമന്റ് ചെയ്യും. ഒരു മഹാരാഷ്ട്രൻ ലുക്കില്ല ഇവന്. അപ്സരാളി അമോട് സത്യം പക്ക ഒരു മഹാരാഷ്ട്രൻ ലുക്ക്. അതെ, ഇപ്പൊ വന്നപ്പോ ഒരു ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ നാട്ടിലെ പുഷ്പരാജ് നിന്റെ സാധനം കാണിച്ച പറ്റി ഇങ്ങനെ ഫാനൊക്കെ കണ്ട. ഈ എന്റെ പോലെ ഫുൾ സെറ്റപ്പിലായിട്ട് അവൾ ഇറങ്ങിയേക്കണ. പോസിംഗ് ഒക്കെ നോക്കി. അനന്തുവിനെ കണ്ടപ്പോഴത്തേക്ക് ആഞ്ചിമാരൊക്കെ കാല് മാറിക്കളഞ്ഞെന്ന്. അനന്തുവിനെ മതി എല്ലാവർക്കും. ഓക്കെ, അനന്തുവിന്റെ സീൻ കാണോ? ആന്റി കാണോ? കാണാറുണ്ടോ ആന്റി? കാണാറുണ്ടാ? സീരിയൽ കാണാറുണ്ടാ? കാണാറുണ്ട്. ആഹാ ശരിക്കും വയ്യ. വേമ്പോ ആണാ? മനീഷ ഇറങ്ങിയതിന്റെ പുറകെ നമ്മളും മനീഷേനെ കെട്ടിക്കാൻ പോണില്ല, അങ്ങനല്ലേ പറയണ? കെട്ടിക്കാൻ പോണത് ഓൾറെഡി ഇവിടെ കെട്ടിച്ച് നമ്മള്. എന്നാലും വീണ്ടും നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കി കൊടുക്കാൻ പോണ. ഇവിടെ പറയണ കെട്ടിക്കാൻ പോണെന്നാണ്. അപ്പൊ ഞങ്ങള് ഗ്ലാഡിന്റെ വീട്ടിൽ പോയി മണി നിലവിളക്കൊക്കെ പിടിച്ച്, നിലവിളക്കെല്ലാം മെഴുകുതിരിയല്ലേടാ, മെഴുകുതിരിയൊക്കെ പിടിച്ചൊന്ന് കേറണൊക്കെ ഒന്ന് കാണട്ടെ. കുടുംബസ്ഥ ആവട്ടെ. 2 ചീത്തേക്ക് വിളിക്കുന്നില്ലേ തള്ളവഴിന്നൊക്കെ പറഞ്ഞു. ഈ വഴി ഗ്ലാഡുവിന്റെ വീടാണെങ്കിൽ അപ്പുറത്തെ വഴി മനിയുടെ വീടാട്ടോ. ഇത് സുഖമല്ലേ? ഭർത്താവിന്റെ വീട്ടിൽ പോണെങ്കിൽ നടക്കാം ഇങ്ങോട്ട്. അതെ കെട്ടിയോനെ സിംഗിളല്ല ഇപ്പൊ ഞാനും ഉണ്ട്. നമ്മുടെ ഒറ്റയ്ക്ക് പോണേ സിംഗിളാന്ന വിചാരം ഇപ്പൊ അല്ലേ? ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ്. മനീനെ കെട്ടിച്ചൊക്കെ വിട്ടില്ല സന്തോഷമായാ? നിർവൃതി അടഞ്ഞു മുഖത്തുണ്ട് കണ്ട. ഹാപ്പി ഹാപ്പി നിർവൃതി അടഞ്ഞു കണ്ട. ചിരിയുണ്ട് നോക്കി. ഹൈ വോൾട്ടേജ്
ഇനി വേണോട്ടാ കുറച്ച് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മേടിക്കാൻ. ഇത്ര നാൾ ഇവിടെ എന്റെ അനന്തുവിന്റെ ഇടയിൽ ഇരുന്നിട്ടായിരുന്നല്ലേ ഇച്ചിരി സ്നേഹം എന്താന്നും പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ടിട്ട്. കേരളത്തിൽ അറിയപ്പെടാത്ത ദുൽഖർ സൽമാൻ. തിരിയടാ തിരിഞ്ഞ് നോക്ക്, ഇവന് ദുൽഖർ സൽമാന്റെ ലുക്ക് ഉണ്ട് കണ്ടാ. ഉണ്ടടാ, മുടി കെട്ടിയപ്പോ പോയാ. ഗ്ലാഡു ചാച്ചാ നോക്കണോട്ടെ നന്നായിട്ടൊക്കെ. ഇങ്ങനെ നോക്കാനല്ല, നന്നായിട്ട് നോക്കണം. ഒന്ന് കരയണമെന്നുണ്ട് കേട്ടോ. ഷിഫാലി ചാച്ചാ പപ്പേ ബൈ ചാച്ചാ. ഇന്ന് മനീഷയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വീട്ടിലേക്ക് എത്തി. ഡ്രസ്സൊക്കെ മാറി നല്ല കുളിച്ച് പൈജാമയൊക്കെ ഇട്ടപ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു പൂക്കിയുടെ വരവ്. ദേ പൂക്കി വന്നപ്പോ ഈ പൂക്കിയും ഡ്രസ്സ് മാറി എന്നെ കൊണ്ടിട്ടിരുന്ന പൈജാമ മാറ്റിച്ച് നീലുടുപ്പെടുത്ത് ടീഷർട്ട്. കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോഴാണ് ബിഗ് ബസാറാ, ബിഗ് ബസ് സ്മാർട്ട് ബസാറിൽ അവിടെ പോയപ്പോഴത്തേക്കും കിട്ടിയതാട്ടി ഉടുപ്പ് 130 രൂപ ഇതിന്. ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഇതിന്റെ 3 എണ്ണം സെയിം ഞങ്ങൾ മേടിച്ചിട്ട് ഓർത്ത് ഇനി എപ്പോഴെങ്കിലും വർഷം സ്റ്റേ അടിക്കാൻ വരാൻ നേരത്ത് നമുക്ക് 3 പേരും കൂടി ഇടാന്ന് ഓർത്തല്ലേ. കണ്ടാ ഞങ്ങൾ ഇതുപോലെയൊക്കെ ഇരിക്കും. കൊള്ളാട്ടാ. നീലപ്പൂക്കികൾ ഗൈസ്, നീലപ്പൂക്കിച്ചികൾ അങ്ങനെ പറയണം. അപ്പൊ ചെല്ലട്ടെ, എല്ലാവരുടെ റിയാക്ഷൻ നോക്കാൻ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കിച്ച് നീല ഡ്രസ്? നല്ലതാണോ ചേട്ടാ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കണ്ട കളിയാക്കണം നമ്മളെ. PJ ഞങ്ങളുടെ രണ്ടുപേരുടെയും PJ ഉണ്ടോ? എനിക്കിപ്പോ അങ്ങനെ തോന്നണേ. നേഴ്സുമാരിക്കണവരുണ്ട്, നേഴ്സുമാരി. ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നടക്കണ നേഴ്സുമാർ.